ഒരു ദിവസം ഒരു 25 തരം പൂമ്പാറ്റകളെ കാണാൻ പറ്റുന്നവർ എത്ര പേരുണ്ട് കേരളത്തിൽ? കേരളത്തിൽ ഏകദേശം 250ഓളം വിവിധ തരം പൂമ്പാറ്റകളുണ്ട്. അതിൽ 25 തരം എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ 10% മാത്രമേ ഉള്ളൂ. ഈ 10%, അതായത് 25 തരം പൂമ്പാറ്റകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തീർച്ചയായിട്ടും ഏറ്റവും അധികം ആശുപത്രികളുള്ള കേരളത്തിലെ പ്രദേശങ്ങളിൽ നമുക്ക് 25 തരം പൂമ്പാറ്റകളെ കാണാൻ പറ്റില്ല. ആശുപത്രികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങൾ, അതായത് അപ്പോൾ ആശുപത്രികൾ കൂടുതലുള്ള സ്ഥലത്ത് പൂമ്പാറ്റകൾ തീർച്ചയായിട്ടും കുറവായിരിക്കും. എന്തുകൊണ്ടാണ് ഈ പൂമ്പാറ്റകളെ കാണുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്? പൂമ്പാറ്റകളുടെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സാധാരണ ഒരു ആനക്കുട്ടി ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ആനയുടെ അതേ രൂപം തന്നെയായിരിക്കും ആനക്കുട്ടിക്കും. അത് വലുതായി വലുതായി ഒരു ആനയെ പോലെയാവും. അതുപോലെ ഒരു മുട്ട വിരിഞ്ഞ ഒരു കോഴിക്കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാലും ഒരു വലിയ കോഴിയുടെ അതേ ഒരു രൂപവും ഭാവവും ഒക്കെയാണ് കോഴിക്കുഞ്ഞിനും ഉള്ളത്. മനുഷ്യരുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ വലിയ മനുഷ്യരുടെ അതേ ആകൃതിയൊക്കെയാണ് ചെറിയൊരു മനുഷ്യക്കുഞ്ഞിനും. പക്ഷേ പൂമ്പാറ്റയുടെ കാര്യം അങ്ങനെയല്ല. പൂമ്പാറ്റ എന്ന് പറഞ്ഞ് പറന്നു കിടക്കുന്ന കളറുള്ള ജീവിയെ നമ്മൾ അതിൻ്റെ ചെറുപ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ പൂമ്പാറ്റയായിട്ട് ഒരു സാമ്യവുമില്ല. പുഴുക്കളാണ്. മുട്ട വിരിഞ്ഞ് അത് പുഴുക്കളുണ്ടാവും, അതായത് ലാർവേ എന്ന് ഇംഗ്ലീഷിൽ പറയും. പുഴുക്കളുണ്ടാവും. ആ പുഴുക്കൾ കുറേ ഇലകളൊക്കെ തിന്ന് തിന്ന് ഒരു സ്റ്റേജിൽ ഒരു ജീവനില്ലാത്ത പോലത്തെ ഒരു സ്റ്റേജ് ഉണ്ട്, പ്യൂപ്പ എന്ന് പറഞ്ഞ്. ഇപ്പോൾ ജീവനില്ലാത്ത പോലെ, അതൊരു ചലനമില്ലാത്ത പോലെ ഇങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് വീണ്ടും അടുത്തൊരു മുട്ട വിരിയുന്നത് പോലെ അതിൽ നിന്ന് വിരിഞ്ഞ് പൂമ്പാറ്റകൾ വരുന്നു. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു പരിണാമ പ്രക്രിയയുള്ള അല്ലെ ജീവിത രീതിയും ഘട്ടങ്ങളും ഒക്കെയുള്ള ഒരു ജീവിയാണ് ഈ പൂമ്പാറ്റ എന്ന് പറയുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയാണ് പൂമ്പാറ്റ ആയിക്കഴിഞ്ഞാൽ. പക്ഷേ അതിനു മുമ്പ് ഈ പുഴുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊടത്തില്ല, മാറിപ്പോവും, എന്തോ പുഴുക്കളാണല്ലോ എന്ന് തോന്നും. പ്യൂപ്പ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റത്തില്ല ഇത് പൂമ്പാറ്റയാകാൻ പോകുന്ന സാധനമാണെന്നുള്ളത്. അപ്പോൾ ഇതിന് മുട്ടയും പലപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. അത് അതിലേക്ക് വല്ല ഇലയുടെ അടിയിലോ അല്ലെ പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി മുട്ടയിടുക. ഈ പൂമ്പാറ്റകൾ 25 എണ്ണം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്? കുഴപ്പങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ആ പ്രദേശത്തെ വെള്ളം നല്ലതായിരിക്കത്തില്ല, അല്ലെ വെള്ളം ആവശ്യത്തിനുണ്ടാവില്ല. 2, അവിടെ ആവശ്യത്തിന് ഇലകളുണ്ടാവില്ല. ഇലകൾ, കാരണം ഈ പുഴുവിന് ഇലകൾ ഇഷ്ടംപോലെ തിന്നാൻ വേണം. ഫീഡിങ് പ്ലാന്റ്സ് എന്നാണ് പറയുക. അപ്പം അതിന് തിന്നാൻ ഇഷ്ടം പോലെ അതിന് ഇഷ്ടമുള്ള ഇലകൾ വേണം. 25 തരം പൂമ്പാറ്റകളാണെങ്കിൽ അതിന് 25 തരം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 15 തരമെങ്കിലും ഇലകൾ ഉണ്ടെങ്കിലേ, അപ്പം അവിടെ പല വെജിറ്റേഷൻ ഉണ്ടെങ്കിലും ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇനി അടുത്തത് അവിടുത്തെ എയർ കുറച്ചുകൂടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത വായു ആയിരിക്കണം. അതുപോലെ മണ്ണിലും അധികം ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, വെള്ളത്തിലുണ്ടാവരുത്. ബാക്കി ചൂടാണേലും വലിയൊരു ചൂടാവും. 25 ഡിഗ്രി സെൻറ്റിഗ്രേഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയാണ് അതിന് ഏറ്റവും നല്ലത് കേരളത്തിലുള്ള ഈ 250ഓളം വിവിധ തരം പൂമ്പാറ്റകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 25 തരമെങ്കിലും നമ്മൾ താമസിക്കുന്നതിൻ്റെ ചുറ്റുപാട് നമുക്ക് പൂമ്പാറ്റകൾ ഉണ്ടെങ്കിൽ അവിടുത്തെ എയർ നല്ലതാണ്, വെള്ളം നല്ലതാണ്, അവിടെ ചൂട് കുറച്ച് കുറവായിരിക്കും, അവിടെ കുറച്ച് ഇലകളും പൂക്കളും ഒക്കെ ഉണ്ടാവും. പൂക്കൾ ഇല്ലെങ്കിൽ പൂമ്പാറ്റകൾ വരില്ല. കാരണം പൂമ്പാറ്റകൾക്ക് തീർച്ചയായിട്ടും വെള്ളം വേണം, ഇലകൾ വേണം, പൂക്കൾ വേണം. ഈ മൂന്നും ഇല്ലാതെ അതുപോലെ ചൂട് അധികമാകാനും പറ്റില്ല. അപ്പോൾ ഈ പൂമ്പാറ്റകൾ നമുക്ക് ഇപ്പോൾ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളുടെ ഏറ്റവും അധികം ആശുപത്രികളുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മളുടെ പട്ടണങ്ങളും നഗരങ്ങളും അവിടെയൊക്കെയാണ്. അവിടെ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ അവർ അല്ലാതെ കട്ടകട്ടയായിട്ട് വില്ലകളുണ്ടാക്കി താമസിക്കും. അപ്പോൾ അവിടെ പൂമ്പാറ്റകൾക്ക് വെള്ളം വേണം, നല്ല വെള്ളം വേണം. അതിനെ കുടിക്കാനുള്ള രൂപത്തിലും ഭാവത്തിലും ഒക്കെയുള്ള മണ്ണിലും അല്ലെങ്കിൽ ചതുപ്പിലും ഒക്കെ ആയിട്ടൊക്കെ വെള്ളങ്ങൾ വേണം. പിന്നെ അതിനുള്ള ഇലകൾ വേണം, പൂക്കൾ, അതിനെ അട്രാക്റ്റിംഗ് പ്ലാന്റ്സ് എന്ന് പറയും, നെക്ടറുള്ള പൂക്കൾ വേണം. ഇതൊക്കെ ഇപ്പോൾ ഇല്ല. പക്ഷേ പൂമ്പാറ്റകൾ ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കുഴപ്പം? നമുക്ക് ആശുപത്രികളുണ്ടല്ലോ, മരുന്ന് കടകളുണ്ടല്ലോ, ഡോക്ടർമാരുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. പക്ഷേ പണ്ട് കാലത്ത് ഒരു ഉദാഹരണം ഞാൻ പറയാം. ആശുപത്രികൾ ഇല്ലാതിരുന്ന ഒരു പ്രദേശം കേരളത്തിൽ ഏറ്റവും ലാസ്റ്റ് ഒരു ക്ലിനിക്ക് വന്ന ഒരു സ്ഥലമാണ് ഇടമലക്കുടി എന്ന് പറയുന്നത്. മൂന്നാറിന് അടുത്തുള്ള ഒരു പഞ്ചായത്താണ്. ട്രൈബൽ ആൾക്കാർ മാത്രമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെയും നമ്മൾ മനുഷ്യരുണ്ടായ കാലം മുതൽ ഇത്രയും കാലവും അവിടെ മനുഷ്യർ ഇത്രയും കാലം ഉണ്ടായി വന്നിട്ടുണ്ട്. കാരണം അവർക്ക് ആശുപത്രി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാലും മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ടാകാതെ ഇപ്പോഴും അവിടുത്തെ ആ പ്രദേശത്തുള്ള മനുഷ്യർ വർഷങ്ങളായി, കാലങ്ങളായി, നൂറ്റാണ്ടുകളായി അവിടെ ജീവിച്ചു വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10-20 കൊല്ലം മുമ്പ് ആണ് അവിടെ ആദ്യമായിട്ട് റേഷനറി കൊടുക്കാൻ തുടങ്ങുന്നതും
അതിനുശേഷം അവരുടെ ആരോഗ്യം ക്ഷയിച്ചു വരികയും അതിനുശേഷം പിന്നെ മരുന്ന് അതിൻ്റെ ഒരു ഡോക്ടറുടെ ഒരു ആവശ്യം അവിടെ വരികയൊക്കെ ചെയ്തത് വളരെ വളരെ അടുത്ത കാലത്ത് 10-20 കൊല്ലമേ ആയിട്ടുള്ളൂ. അവിടെ അവർക്ക് പൂമ്പാറ്റകളുണ്ടായിരുന്നു, മറ്റു മൃഗങ്ങളുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഇലകളും ഉണ്ടായിരുന്നു, നല്ല വെള്ളം ഉണ്ടായിരുന്നു, വായു ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആശുപത്രി ആവശ്യമില്ലായിരുന്നു. പിന്നെ നമ്മളുടെ ഈ ആശുപത്രി ഇല്ലെങ്കിൽ വികസനമാവില്ല, വികസനം ആയിട്ടില്ല. നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആശുപത്രിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് കരുതുന്ന ഒരു ആൾക്കാർ, അങ്ങനെ കരുതുന്ന ഒരു വിദ്യാഭ്യാസമൊക്കെ നമുക്ക് കിട്ടിയതിന് ശേഷം പൂമ്പാറ്റകളെയൊക്കെ മാറ്റി നിർത്തി. പൂക്കൾ വേണ്ട, ചെടികൾ വേണ്ട, നല്ല വെള്ളം വേണ്ട, നല്ല വായു വേണ്ട, പക്ഷേ നമുക്ക് ആശുപത്രി മതി എന്നുള്ള ഒരു ആശുപത്രിയിലേക്ക് പോകാനുള്ള ഇൻഷുറൻസ്, മരുന്ന് കടകൾ, എല്ലാ മരുന്ന് കമ്പനികൾ, ഇതൊക്കെ വേണമെന്നുള്ള ഒരു വികസനത്തിലേക്ക് നമ്മൾ പോയപ്പോൾ പൂമ്പാറ്റകളെ മാറ്റി നിർത്തി. പക്ഷേ വീണ്ടും നമുക്ക് ഉത്സാഹിച്ചാൽ നമ്മളുടെ ബാൽക്കണിയിലോ നമ്മളുടെ ടെറസിലോ നമ്മുടെ ചുറ്റുപാടിലോ ഒക്കെ പൂമ്പാറ്റകളെ ഒരു ദിവസം 25 എണ്ണത്തിനെയെങ്കിലും കാണാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അത് മാറ്റേണ്ടത് നമ്മളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്.